ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഒരു ഈസി സിമ്പിൾ ടേസ്റ്റി ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനിപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്ന വാളമീനാണ്. ഒരു 1/2 കിലോ വാളമീൻ ഉണ്ടായിരിക്കും. പിന്നെ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഏത് തരം പുളിയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കൊച്ചുള്ളിയും ഒരു കുഞ്ഞു സവാളയും അരിഞ്ഞിട്ടുണ്ട്, അതേപോലെ വേപ്പില, അത്യാവശ്യം പുളി കുറവുള്ള മാങ്ങയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുത്തേക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു തേങ്ങയുടെ പാല് വേണം. നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞ നമുക്ക് ആവശ്യം വേണ്ട എല്ലാ ഐറ്റംസിൻ്റെയും അളവ് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു മൺചട്ടി ചൂടാക്കി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അതിൽ ഉലുവയിട്ട് പൊട്ടിക്കാം. ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നന്നായി വഴണ്ടി വരട്ടെ. നന്നായി വഴണ്ടി വന്നതിൻ്റെ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണം നന്നായി മാറണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ കിട്ടുള്ളൂ. നന്നായി പച്ചമണമൊക്കെ മാറി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന വേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ ഉലുവയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും എല്ലാം കൂടിയും നന്നായി വഴണ്ടി വരുന്ന ഒരു പ്രത്യേക മണം വരും കേട്ടോ. നല്ല എന്താ പറയുക, ആ മീൻകറിക്ക് ഏറ്റവും നല്ല സ്മെല്ല് കൊടുക്കുന്നത് ഈ സമയത്താണ്. ഈ ഒരു വഴണ്ടി വരുന്ന ഒരു സ്റ്റേജിലാണ് നമുക്ക് നല്ല സ്മെല്ല് കിട്ടുക. അപ്പോൾ അതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, സബോള ഐറ്റംസ് ഇട്ട് കൊടുക്കാം. എന്ത് ഐറ്റംസ് നമ്മൾ എണ്ണയിലിടുമ്പോഴും ശ്രദ്ധിക്കണം, മേലേക്ക് പൊട്ടിത്തെറിക്കാതെയും മേല് പൊള്ളാതെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും സബോളയൊക്കെ നന്നായി നന്നായി മൂത്ത്, അത്യാവശ്യം ഒരുപാട് മുരിയണ്ട, അത് നന്നായി മൂത്ത് പോകണ്ട, എന്നാൽ നന്നായി വെന്ത് നന്നായി വഴണ്ടി കിട്ടുകയും വേണം. അതിനുവേണ്ടി നമുക്ക് 1 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി പാകാവട്ടെ. നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കി ഇടാം. അതുപോലെ തന്നെ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം, മാങ്ങ ഇടണം, മീൻ ഇടണം, അങ്ങനെയൊക്കെ ഓരോ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിന്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഉപ്പ് കുറവുള്ളവരുണ്ട്, ഉപ്പ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കണം നമ്മുടെ മീൻ കറി. ഏത് മീൻ വെച്ച് നമുക്ക് ഈ മീൻ കറി ചെയ്യാം കേട്ടോ. ഇന്നൊരു മീൻ വെച്ചിട്ട് വലിയ സൈസ് മീൻ ഉണ്ടായാൽ മാത്രമേ മീൻ കറി ചെയ്യാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഏത് തരം മീൻ വേണമെങ്കിലും ഇടാം. അപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം കുറവുള്ള മീനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലോണം തേങ്ങാപ്പാലും മാങ്ങയൊക്കെ നന്നായി അതിലിട്ട് നന്നായി വെന്തതിന് ശേഷം മീനിട്ട് കൊടുത്താലും മതി. ഒരുപാട് വേവില്ലാത്ത മീനിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത്യാവശ്യം വേവുള്ള മീനൊക്കെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് മാങ്ങയൊക്കെ ഇട്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളിയും സവാളയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. ഇവിടെ ഞാൻ മല്ലിപ്പൊടി ഉപയോഗിക്കണില്ല കേട്ടോ. ഈ മീൻ കറിക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. മല്ലിപ്പൊടി ഇടാതെയും നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. മുളക് പൊടി മാത്രം മതി. ചില സ്ഥലങ്ങളിൽ കൂടുതലും മല്ലിപ്പൊടി ഇടും, ചില സ്ഥലങ്ങളിൽ മല്ലിപ്പൊടി ഇടത്തില്ല. ഇവിടെ ഞാനിപ്പോൾ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി മൂത്ത് വരണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്പൈസ് കുറവുള്ളത് മതി. ഇപ്പോൾ അധികം എരിവ് വേണ്ട എന്നുള്ളവർക്ക് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മീൻ കറിക്ക് അത്യാവശ്യം കളറ് കിട്ടും. കാണുമ്പോൾ നല്ല ഒരിതുണ്ടാവും മീൻ കറിക്ക്. കാണുമ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നുന്നു പറയില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് മീൻ കറി ഉണ്ടാക്കണം കേട്ടോ. ഇത്രയും മാങ്ങ ഇട്ട് കൊടുക്കണോണ്ട് നിങ്ങളിതാരും ഇത് മാങ്ങക്കറിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ മാങ്ങയ്ക്ക് നല്ല പുളി കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ വീട്ടിലാണെങ്കിലും എനിക്കാണെങ്കിലും
മീൻ കറിയിൽ കിടന്ന് വെന്ത് ഉള്ള മാങ്ങ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. വെറുതെയൊക്കെ നമ്മൾ കിച്ചണിൽ കൂടെ പോകുമ്പോൾ അവർ മാങ്ങ എടുത്ത് കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തു. മുളകൊക്കെ നന്നായി മൂത്തതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി അതിൽ മസാലയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൽ പകുതി തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതിത് പിന്നെ നമുക്ക് മീൻ ഇട്ടതിന് ശേഷം തേങ്ങാപ്പാൽ അടുത്തൊരു സെക്ഷൻ ഒഴിച്ച് കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അതായത് ഒരു തേങ്ങയുടെ ഫുൾ പാലെടുത്തു എന്ന് മാത്രം. അതിൽ 1-ാം പാൽ 2-ാം പാൽ എന്ന് അങ്ങനെ തരംതിരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മളൊരു പകുതി പാൽ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെരി സിമ്പിളാണ്. എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മീൻ കറിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഇപ്പോൾ മീൻ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇപ്പം തന്നെ എണ്ണയൊക്കെ നന്നായി തെളിയുന്നുണ്ട്. ഇത്രയും എണ്ണ തെളിഞ്ഞാൽ പോരാ, നന്നായി സൈഡിലൊക്കെ എണ്ണ തെളിയണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മുന്നേ ഉപ്പ് ഇട്ടിട്ടിരുന്നു, പക്ഷെ അത് കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് ഈ മാങ്ങയും നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോകുന്ന മീനൊക്കെ നന്നായി വെന്ത് വറ്റി നമ്മുടെ എണ്ണയൊക്കെ നന്നായി സൈഡിലൊക്കെ മൺചട്ടിയുടെ സൈഡിലൊക്കെ നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാവണം. എണ്ണ തെളിഞ്ഞ് വന്നു എന്ന് കണ്ടാൽ നമ്മുടെ മീൻകറി റെഡിയായി എന്നാണ്. അത് എപ്പം മീൻകറി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഞാനൊരു 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ആ മീൻ നമുക്കിനി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കയ്യിൽ ചൂടൊന്നും തട്ടാതെ നോക്കണം മീനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. ഫസ്റ്റ് ടൈം കറി വയ്ക്കുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ മാറ്റി വെച്ച തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. അപ്പോൾ മാറ്റി വെച്ച തേങ്ങാപ്പാലൂടെ ഒഴിച്ചു. ഇനി ഇത് നന്നായി തിളച്ച് വറ്റി വരണം. ഇനിയിപ്പോൾ നമുക്കത് നമ്മുടെ വീട്ടിൽ നമ്മൾ മൺചട്ടി മീൻ കറി വയ്ക്കുമ്പോൾ മൂടി വയ്ക്കാൻ ഉപയോഗിക്കുന്ന മൂടിയോ അല്ലെങ്കിൽ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ എല്ലാ ഐറ്റംസും നന്നായി കുക്ക് ചെയ്ത് സെറ്റായി വരണം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടോ. തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ മീൻകറിയൊക്കെ നന്നായി തിളച്ച് സൈഡിലൊക്കെ നന്നായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട് സൈഡിലൊക്കെ. നന്നായി എണ്ണ തെളിഞ്ഞ് നല്ല പാകമായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മൺചട്ടി ഓഫാക്കി കേട്ടോ ഞാനിപ്പോൾ. അപ്പോൾ തലയൊക്കെ വന്നത് മീൻ കറിയിലെ എണ്ണയൊക്കെ കണ്ടോ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.